ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റസ ജാഫരിയുടെ പച്ചഡ് കി ആവാസ് എന്ന കഥ ആണ്. വാർദ്ധക്യത്തിലെ മാതാപിതാക്കളുടെ ഏകാന്തതയും മക്കളിൽ നിന്നുള്ള മാനസിക അകലവും അതീവ ഹൃദയസ്പർശിയായ രീതിയിൽ അവതരിപ്പിക്കുന്ന കഥയാണ് പച്ചഡ് കി ആവാസ്. ഈ കഥയിൽ അച്ഛൻ ഡിമെൻഷ്യ ബാധിച്ച ആളാണ്. അമ്മയും അച്ഛനും മകളെ കാണാനും അവരുടെ സ്നേഹം അനുഭവിക്കാനുമാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ജീവിതത്തിൽ അവർ വിദേശ ജീവിതം, തിരക്കുകൾ ഇവ ബന്ധങ്ങളെ ക്രമേണ അകറ്റുകയാണ്. യഹ് കഹാനി വൃദ്ധ മാതാപിതാ കി ഭാവനാത്മക പീഡ കോ ദർശാത്തി ഹെ. ഈ കഥ വൃദ്ധരായ മാതാപിതാക്കളുടെ മാനസിക വേദനയെ ചിത്രീകരിക്കുന്നു. വാർദ്ധക്യത്തിൽ ശരീരവേദനയേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നത് മനസ്സാണ്. മക്കളുടെ സ്നേഹവും സാന്നിധ്യവും അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ജിൻകെ ബച്ചെ വിദേശ് മേം ബസ് ചുകാ ഹെ. അവരുടെ മക്കൾ വിദേശത്ത് സ്ഥിരതാമസം നേടിയിരുന്നു. ഇവിടെ വിദേശം എന്നത് വെറും സ്ഥലമാറ്റമല്ല, അത് ബന്ധങ്ങളിൽ വരുന്ന അകലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. മക്കൾ ജീവിതത്തിൽ മുന്നേറുമ്പോൾ മാതാപിതാക്കൾ പലപ്പോഴും ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. പിതാ ഡിമേഷ്യാസെ ഗ്രസിത് ഹെ. അച്ഛന് ഡിമേൻഷ്യ എന്ന ഓർമ്മക്കുറവ് രോഗമുണ്ട്. ഈ രോഗം കാരണം പഴയ ഓർമ്മകൾ മാത്രം വ്യക്തമായി മനസ്സിൽ നിലനിൽക്കും, പുതിയ കാര്യങ്ങൾ മറക്കും. അതുകൊണ്ട് അച്ഛൻ ഇപ്പോഴും പഴയ ബന്ധങ്ങളെയും പഴയ സന്തോഷങ്ങളെയും പിടിച്ചു നിൽക്കുകയാണ്. और माम अपने बच्चों को देखने के लिए तरस रही है. അമ്മ മക്കളെ കാണാൻ ഏറെ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. തരസ് രഹി ഹെ എന്നത് അതിയായ കാത്തിരിപ്പിനെയും വേദനയെയും സൂചിപ്പിക്കുന്നു. അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം മക്കളുടെ സാന്നിധ്യമാണ്. ജബ് ഉൻകി ബേട്ടി അപ്പനെ പരിവാർ കെ സാത്ത് ഗാവ് ആത്തി ഹെ. മക്കൾ കുടുംബത്തോടൊപ്പം ഗ്രാമത്തിലേക്ക് വരുന്നു. ഇത് മാതാപിതാക്കൾക്ക് വലിയ സന്തോഷം നൽകുന്ന നിമിഷമാണ്. വീട്ടിൽ വീണ്ടും പഴയ ചിരികളും ഓർമ്മകളും നിറയുന്നു. തോ പിതാ അപ്പനെ പോത്തോ കെ ബാരെ മേ പൂച്ച്തേ ഹെ. അച്ഛൻ ഉടൻ തന്നെ കൊച്ചുമകനെക്കുറിച്ച് ചോദിക്കുന്നു. ഇതിലൂടെ അദ്ദേഹത്തിൻ്റെ സ്നേഹവും കൊച്ചുമകനോടുള്ള അടുപ്പവും മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ജവേദ് ഇപ്പോഴും കുഞ്ഞാണ്. ലേക്കിൻ ബേട്ടി ബതാത്തി ഹെ കി വഹ് ആപ് ബഡാ ഹോ ഗയാ ഹെ. പക്ഷേ മകൾ പറയുന്നു, ജവേദ് ഇപ്പോൾ വലിയവനായി. ഈ വാക്ക് അച്ഛൻ്റെ മനസ്സിൽ വലിയൊരു ആഘാതമാകുന്നു. കാരണം അദ്ദേഹത്തിന് വലിയനാവുക എന്നത് പ്രായം കൂടുക മാത്രമല്ല, മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോകുക എന്ന അർത്ഥവുമാണ്. അവർ MBBS കി പഠായി കർ രഹാ ഹെ. അവൻ MBBS പഠിക്കുകയാണ്. ഇതൊരു അഭിമാനകരമായ കാര്യമാണ്. എന്നാൽ അതിനൊപ്പം ഒരു ദുഃഖവും ഒളിഞ്ഞിരിക്കുന്നു. വിജയവും ഉയർന്ന പഠനവും പലപ്പോഴും കുടുംബ ബന്ധങ്ങളിൽ അകലം സൃഷ്ടിക്കുന്നു. ഇസലിയെ നഹീം ആസക. അതുകൊണ്ട് അവൻ വരാൻ കഴിഞ്ഞില്ല. ഈ ചെറിയ വാചകത്തിനുള്ള വലിയൊരു ഏകാന്തത ഒളിഞ്ഞിരിക്കുന്നു. മാതാപിതാക്കൾക്ക് കാരണം വേണ്ട, അവർക്ക് വേണ്ടത് മക്കളുടെ സാന്നിധ്യമാണ്. യഹ് മത് കഹോം കി വഹ് ബേട്ട ബഡാ ഹോ ഗയാ ഹെ. അവൻ വലിയവനായി എന്ന് പറയരുത്. ഈ വാക്കുകൾ ഒരു വൃദ്ധനായ അച്ഛൻ്റെ ഹൃദയവേദനയാണ്. അദ്ദേഹം ആഗ്രഹിക്കുന്നത് തൻ്റെ കൊച്ചുമകൻ എന്നും പഴയ പോലെ സ്നേഹത്തോടെ സമീപത്തുണ്ടാകണമെന്നാണ്. ക്യോങ്കി ബഡേ ഹോനെ കെ ബാദ് ബच्चे മാതാപിതാ സെ ദൂർ ചലേ ജാത്തെ ഹെ. കാരണം വലിയവരായാൽ മക്കൾ മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോകുന്നു. ഇപ്പം നമ്മൾ വലിയ കുട്ടികളാകുമ്പോൾ നമ്മൾ വേറെ സ്ഥലങ്ങളിൽ പോകില്ല, അത് അങ്ങനെ. ഇതാണ് കഥയുടെ ഹൃദയം. ഈ ഒരു വാചകത്തിൽ മുഴുവൻ കഥയുടെ വേദന അടങ്ങിയിരിക്കുന്നു. ക്യോങ്കി ബഡേ ഹോനെ കെ ബാദ് ബच्चे മാതാപിതാ സെ ദൂർ ചലേ ജാത്തെ ഹെ. അതാ മക്കൾ വളരുന്നു, സ്വപ്നങ്ങൾ നേടുന്നു, ജീവിതത്തിൽ മുന്നേറുന്നു. പക്ഷേ പലപ്പോഴും മാതാപിതാക്കൾ പിന്നിലായി പോകുന്നു. യഹ് വാക്യ കഹാനി കാ സാർ ഹെ. ഈ വാചകമാണ് കഥയുടെ സാരം. കാരണം ഇത് ഇന്നത്തെ സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. ആധുനിക ജീവിതം ബന്ധങ്ങളെ കൂടുതൽ ദൂരെയാക്കുന്നു. മോഡേൺ ലൈഫ്, ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾക്ക് ഇതിനെ കുറച്ചും കൂടെ ദൂരെയാക്കുന്നു. ഇസ്മേം വൃദ്ധ മാതാപിതാ കി അകലാപ്പൻ ബരി പീഡ. ഇതിൽ വൃദ്ധരായ മാതാപിതാക്കളുടെ ഏകാന്തത നിറഞ്ഞ വേദന കാണാം. വാർദ്ധക്യത്തിലെ ഏറ്റവും വലിയ വിഷമം ഒറ്റപ്പെടലാണ്. ബദൽത്തെ പാരിവാരിക മൂല്യവും കുടുംബ മൂല്യങ്ങളിൽ വന്ന മാറ്റങ്ങൾ ഇവിടെ കാണാം. പഴയ കാലത്ത് കുടുംബങ്ങൾ ഒന്നിച്ചായിരുന്നു ജീവിച്ചത്. ഇന്ന് വ്യക്തിപരമായ ജീവിതവും കരിയറും മുൻതൂക്കം നേടുന്നു. സമയ കെ സാത്ത് ദൂർ ഹോത്തെ റിശ്തോം കി ഇലക് മിലാത്തി ഹെ. കാലക്രമേണ ബന്ധങ്ങൾ അകന്നു പോകുന്നതിൻ്റെ ചിത്രം കഥ നൽകുന്നു. സമയം മാറുമ്പോൾ മനുഷ്യരും ബന്ധങ്ങളും മാറുന്നു. ജൈസെ പച്ചഡ് മേം പേഡ് പന്തോം സെ വംശിത് ഹോ ജാത്ത ഹെ. ഇലപൊഴിയും കാലത്ത് മരങ്ങൾ ഇലകൾ നഷ്ടപ്പെടുന്നത് പോലെ പച്ചഡ് ഇവിടെ ഒരു പ്രതീകമാണ്. വൈസെ ഹി മാതാപിതാ അപ്പനെ ബച്ചോം കി സ്നേഹ് സെ വഞ്ചിത് ഹോ ജാത്തെ ഹെ. അതുപോലെ വാർദ്ധക്യത്തിലെ മാതാപിതാക്കൾ മക്കളുടെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഇത് കഥയിലെ ഏറ്റവും വികാരഭരിതമായ ആശയമാണ്. മുഖ്യ സന്ദേശങ്ങൾ, പ്രധാന സന്ദേശങ്ങൾ. വൃദ്ധ മാതാപിതാ കി ഭാവനാത്മക ഉപേക്ഷ. വൃദ്ധരായ മാതാപിതാക്കളുടെ മാനസിക അവഗണന. അവർക്ക് പണത്തേക്കാൾ കൂടുതൽ ആവശ്യം സമയവും സ്നേഹവുമാണ്.
ബദൽത്തെ പരിവാരിക മൂല്യം. മാറുന്ന കുടുംബ മൂല്യങ്ങൾ. ആധുനിക ജീവിതം കുടുംബ ബന്ധങ്ങളെ ബാധിക്കുന്നുണ്ട്. സംതാൻ ക ബഡേ ഹോക്കർ ദൂർ ഹോ ജാന. മക്കൾ വളർന്ന ശേഷം അകന്നു പോകുന്നത്. ഇത് ഇന്നത്തെ സമൂഹത്തിലെ വലിയ യാഥാർത്ഥ്യമാണ്. സ്മൃതിഭ്രംശ സെ ചൂജ്തേ ബുജുർഗോं की മനോദശ. ഡിമെൻഷ്യ ബാധിച്ച വൃദ്ധരുടെ മാനസികാവസ്ഥ. അവർ പഴയ ഓർമ്മകളിലൂടെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ബന്ധങ്ങൾ അവരുടെ ജീവിതത്തിലെ അതീവ പ്രധാനമാണ്. ആധുനിക ജീവിതത്തിൻ്റെ ഒരിക്കലും വിജയത്തിനുള്ള ഓട്ടം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ട സമയം നൽകുന്നുണ്ടോ? അവരുടെ ഏറ്റവും വലിയ സന്തോഷം മക്കളുടെ സാന്നിധ്യവും സ്നേഹവുമാണ്. അതുകൊണ്ട് ഈ ഒരു കഥ ഒരു സാഹിത്യകൃതി മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യത്തെ കാണിക്കുന്ന കണ്ണാടി കൂടിയാണ്. നമുക്കിതിനെ ഒന്നും കൂടെ നോക്കാം. इस पृष्ठ में कहानी का भावनात्मक चरम बिंदु प्रस्तुत किया गया है. ഈ ഭാഗത്തിൽ കഥയുടെ വികാരപരമായ ഏറ്റവും ഉയർന്ന നിമിഷം അവതരിക്കപ്പെടുന്നു. വായനക്കാരൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്ന രംഗമാണിത്. ഇവിടെ കുടുംബ ബന്ധങ്ങളുടെ യഥാർത്ഥ വേദന വ്യക്തമായി കാണാം. यह एक वृद्ध पिता के मनोभावों और उनकी मानसिक स्थिति को दर्शाता है. ഇതൊരു വൃദ്ധനായ അച്ഛൻ്റെ മനോഭാവങ്ങളെയും മാനസികാവസ്ഥയെയും കാണിക്കുന്നു. വാർദ്ധക്യത്തിൽ ശരീരം മാത്രമല്ല, മനസ്സും വളരെ ദുർബലമാകുന്നു. പ്രത്യേകിച്ച് ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങൾ മനുഷ്യനെ പഴയ ഓർമ്മകളിൽ ജീവിപ്പിക്കുന്നു. ഒന്നാമത്തെ യാദോം और वर्तमान का टकराव. जब बेटी अपने पिता को बताती है कि जवेद आप बच्चे नहीं रहा. അച്ഛനോട് മകൾ പറയാണ് ജവേദ് ഇനി കുഞ്ഞല്ല. ഈ വാക്ക് അച്ഛൻ്റെ മനസ്സിന് വല്ലാത്തൊരു വേദനയാണ് സൃഷ്ടിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ജവേദ് ഇപ്പോഴും ഒരു ചെറിയ കുട്ടിയാണ്. ബാലിക് ബഡാ ഹോ ഗയാ और ഡോക്ടറി की अंतिम पढ़ाई कर रहा है. അവനിപ്പോൾ വലിയനായിട്ട് ഡോക്ടറാകാനുള്ള അവസാന പഠനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് കൊച്ചുമോൻ വിജയത്തിലേക്ക് പോകുന്നു, മറ്റൊരു വശത്ത് അവൻ കുടുംബത്തിൽ നിന്ന് അകന്നു പോകുന്നു. തോ പിതാക്കെ മൻമേം എക് ഗഹരി പ്രതിക്രിയ ഹോത്തി ഹെ. ഇത് കേട്ടപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ ശക്തമായൊരു വികാര പ്രതികരണമാണ് ഉണ്ടായത്. വലിയവനാകുക എന്നത് അദ്ദേഹത്തിന് സന്തോഷമല്ല, അത് അകന്നു പോകുക എന്ന ഓർമ്മയാണ്. കാരണം തൻ്റെ മക്കളും അങ്ങനെ അകന്നു പോവുകയാണ് ചെയ്തത്. यह दर्शाते हैं कि पिता आप भी अपने पोते को एक बच्चे के रूप में देख रहे हैं. ഇത് കാണിക്കുന്നത് അച്ഛൻ ഇപ്പോഴും തൻ്റെ കൊച്ചുമകനെ ഒരു കുഞ്ഞായി തന്നെയാണ് കാണുന്നത്. ഡിമെൻഷ്യ കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് പഴയ ഓർമ്മകളിൽ കുടുങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് പഴയ ജവേദാണ് യഥാർത്ഥ ജവേദ് എന്ന് പറയുന്നത്. बुजुर्गों को अकेलेपन और असुरक्षा. थोड़ी देर से സ്റ്റാൻഡേ കബാത്ത്. കുറച്ചു നിമിഷങ്ങൾ മൗനം നിലനിൽക്കുന്നു. ഈ മൗനം വളരെ അർത്ഥവത്താണ്. ഇത് ദുഃഖത്തിൻ്റെ മൗനമാണ്. പിതാ ഗംഭീർ ഹോ ജാത്താ ഹെ. അച്ഛൻ ഗൗരവത്തോടെ സംസാരിക്കാൻ തുടങ്ങുന്നു. അദ്ദേഹം ഉള്ളിലെ സത്യം തുറന്നു പറയാൻ പോവുകയാണ്. മേ ജാൻതേ ഹും ഔർ തും സബ് ഭി സമജ് ലോ. എനിക്കെല്ലാം അറിയാം, നിങ്ങളും മനസ്സിലാക്കണം. ഇവിടെ അച്ഛൻ തൻ്റെ ബോധം തെളിയിക്കാൻ ശ്രമിക്കുന്നു. മറ്റുള്ളവർ തനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് കരുതുന്നു എന്നൊരു വേദന അദ്ദേഹത്തിനുണ്ട്. മേരെ പാസ് കൊയ് ചിത്രഭൂത് നെഹി മാത്തേ. എന്നെ സമീപിച്ച് യാതൊരു ഭൂതങ്ങളും വരാറില്ല. ഈ വാക്കിന് ആഴത്തിലുള്ള അർത്ഥമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭ്രാന്തനായിട്ടല്ല, എനിക്ക് യാഥാർത്ഥ്യം മനസ്സിലാകുന്നുണ്ട്. വേ ജാൻ ചുക്കേ ഹേ കി ബച്ചേ ബഡേ ഹോക്കർ ദൂർ ചലേ ജാത്തേ ഹേ. അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു മക്കൾ വളർന്നാൽ മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോകുമെന്ന്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വേദന. പർ ഖുദാ കെ ലിയേ ജവേദ് കോ മേരെ ലിയേ ഛോട്ടേ ഹി രഹ്നേ ദോ. ദൈവത്തിൻ്റെ പേരിൽ ജവേദിനെയെങ്കിലും എനിക്ക് ചെറിയവനായി തന്നെ തുടരാൻ അനുവദിക്കും. ഈ വാക്കുകൾ അതീവ ഹൃദയഭേദകമാണ്, ഭയങ്കര ഹേർട്ട് ടച്ചിങ് ആണ്. അദ്ദേഹം ഭയപ്പെടുന്നത് ജവേദും ഒരു ദിവസം മറ്റുള്ളവരെ പോലെ അകന്നു പോകുമോ എന്നാണ്. വർണ ബഡാ ഹോക്കർ വഹുബി. അല്ലെങ്കിൽ വലിയവനായാൽ അവനും. ഈ വാക്ക് അദ്ദേഹം പൂർത്തിയാക്കുന്നില്ല, പക്ഷേ അതിൻ്റെ അർത്ഥം വ്യക്തമാണ്. അവനും എന്നെ വിട്ടുപോകും. ഈ അപൂർണ വാക്ക് കഥയുടെ ഏറ്റവും ശക്തമായ വികാരമാണ്. അമ്മ की ഭാവനായി और बेटी की പ്രതിക്രിയ. അമ്മ की आंखों में नमी आ जाती है. അമ്മയുടെ കണ്ണുകളിൽ കണ്ണീർ നിറയുന്നു. ഇത് അവരുടെ ഉള്ളിലെ വേദനയുടെ പ്രകടനമാണ്. ഉൻകി ആവാസ് में गरज राहत आ जाती है. അമ്മയുടെ ശബ്ദം വിറയ്ക്കുന്നു. ഇത് മാനസിക തളർച്ചയും ദുഃഖത്തെയും സൂചിപ്പിക്കുന്നു. ബേട്ടി ബി ഇസ് മാഹോൽ കോ മഹസൂസ് കർത്തി ഹെ. മകളും ഈ വികാരഭരിതമായ അന്തരീക്ഷം അനുഭവിക്കുന്നു. അപ്പോൾ അവൾക്കും മാതാപിതാക്കളുടെ ഏകാന്തത മനസ്സിലാകുന്നു. ജബ് വഹ് അമ്മ കി ചടി പകടാത്തി ഹെ. അമ്മയുടെ വടി കയ്യിൽ പിടിക്കുമ്പോൾ ആ വടി വാർദ്ധക്യത്തിൻ്റെ പ്രതീകമാണ്, ആശ്രയത്തിൻ്റെ പ്രതീകമാണ്. തോ ഉസേ ഏക് അജീബ് സാ ഡർ മഹസൂസ് ഹോത്താ ഹെ. അവൾക്കൊരു വിചിത്രമായ ഭയം തോന്നുന്നു. ഒരു ദിവസം മാതാപിതാക്കളില്ലാത്ത ലോകത്തെക്കുറിച്ച് ഭയമാണത്. ഭാവാർത്ഥ് ഔർ സാരാംശ്. ബുഢാപ്പ ഏക് ഐസി അവസ്ഥ ഹോത്തി ഹെ. വാർദ്ധക്യം എന്നത് മാതാപിതാക്കൾക്ക് മക്കളുടെ സ്നേഹവും സാന്നിധ്യവും ഏറ്റവും കൂടുതൽ ആവശ്യമാകുന്ന ഘട്ടമാണ്. പണവും സൗകര്യങ്ങളും മാത്രം മതിയാകില്ല, അവർക്ക് വേണ്ടത് സ്നേഹമാണ്. ഡിമെൻഷ്യ സെ ഗ്രസിत पिता की यादों
അന്തിമേം അഡ്കി ഹെ. ഡിമെൻഷ്യ ബാധിച്ച അച്ഛൻ്റെ ഓർമ്മകൾ പഴയ കാലത്താണ് നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഭാവിയിലെ ഏകാന്തതയുടെ ഭയം മനസ്സിലാകുന്നു. അമ്മ ഓർ പിതാ കെ സംവാദ് ബതാത്തെ ഹെ. അമ്മയും അച്ഛനും തമ്മിലുള്ള സംഭാഷണം ഒരു വലിയ സത്യം പറയുന്നു. മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആവശ്യം മക്കളുടെ സ്നേഹവും കൂടെയുണ്ടാകലുമാണ്. ബേട്ടി കോ ഭി അഹസാസ് ഹോത്താ ഹെ. മക്കൾക്കും ഒരു സത്യം മനസ്സിലാകുന്നു. ഒരു ദിവസം തനിക്കും ഇതേ ഏകാന്തത അനുഭവിക്കേണ്ടി വരുമോ എന്ന ഭയം അവൾക്കും തോന്നുന്നു. ഈ ഭാഗം വാർദ്ധക്യത്തിലെ മനോവിഷമവും ഏകാന്തതയും അതീവ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. ഇത് നമ്മെ ഒരു ചോദ്യത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ മാതാപിതാക്കൾക്ക് ഏറ്റവും ആവശ്യമുള്ള സ്നേഹവും സമയവും നാം നൽകുന്നുണ്ടോ? ഈ കഥ വെറും ഒരു കുടുംബത്തിൻ്റെ കഥയല്ല, ഇന്നത്തെ സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. ഈ കഥയിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടുതലും ശരിയാണ്. കാരണം നമ്മളിപ്പം ഡെയിലി ലൈഫിൽ അച്ഛനും അമ്മേനെ വിട്ട് മാറി നിൽക്കുന്നതും വിദേശത്ത് പോകുന്നതും അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നതും ഒക്കെ ഇപ്പോഴത്തെ കാലത്ത് സാധാരണയായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷേ ആ സമയത്ത് അവർ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ വല്ലാത്തൊരു ഒറ്റപ്പെടൽ. ആ ഒറ്റപ്പെടൽ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളും അവരെപ്പോലെ തന്നെ നമ്മുടെ മക്കളും അതേപോലെ പോകുമ്പോഴാണ് നമുക്കും ആ ഒരു സാധനം എന്താണെന്ന് മനസ്സിലാവുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇങ്ങനത്തെ ക്ലാസ്സസ് തന്നെയായിരിക്കും നമ്മുടെ ഈ ചാനലിലൂടെ ഉണ്ടാവുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.